ടൊവിനോ തോമസ് വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നേരത്തെ വോട്ട് ചെയ്തതാണ്. ടൊവിനോ വോട്ട് ചെയ്തതിനു ശേഷം സംസാരിക്കുകയും ചെയ്തു. ടൊവിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡർമാരിൽ ഒരാളാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്തണമെന്ന് ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്ന സെലിബ്രിറ്റികളിൽ ഒരാളാണ്. ടൊവിനോ വോട്ട് ചെയ്തു. ടൊവിനോയുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. അതായത് നമുക്ക് ആകെ കുറച്ച് ഓപ്ഷൻസേ കിട്ടുന്നുള്ളൂ. അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക എന്നതാണ് ഒരു ഓപ്ഷൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നോട്ട് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇത് ഇങ്ങനെ ഓപ്ഷനുണ്ട്, ഇതൊന്നും ഉപയോഗിക്കാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ് ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുക. നമ്മളുടെയും നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെയും ഒക്കെ ഗുണത്തിനും വെൽബീയിങ്ങിനും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് വിഷമിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. വളരെ കൗതുകകരമായൊരു നിരീക്ഷണം ടൊവിനോയുടേതായി വരുന്നു. നേരത്തെ ശ്രീനിവാസൻ പറഞ്ഞതുമായി ഇത് കൂട്ടിച്ചേർത്ത് വായിക്കാനാണ് എനിക്കിഷ്ടം. ഹെംലോക്കിനേക്കാൾ മാരകമായ വിഷമുണ്ടെങ്കിൽ കൊണ്ടുവരൂ, അത് കഴിക്കാം. പക്ഷെ വോട്ട് ചെയ്തതിന് ശേഷമാണ് ശ്രീനിവാസൻ അത് പറയുന്നത്. നൈരാശ്യത്തിന്റെ ലേശം പോലുമില്ലാതെ ടൊവിനോ പറയുന്നു, കൃത്യമായി വോട്ടവകാശം ഉപയോഗിക്കുക, ഭാവിയിൽ പശ്ചാത്തപിക്കേണ്ടി വരാതിരിക്കത്തക്കവണ്ണം ജാഗ്രതയോടെ വോട്ട് കുത്തുക എന്ന് ടൊവിനോ പറയുന്നു. 2 തലമുറകൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നതിന്റെ വ്യത്യാസം പുതുമുറ ആവേശത്തോടെ പോളിംഗ് ബൂത്തുകളിലേക്ക് കടന്നെത്തുക തന്നെയാണ്.